ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഭരണഘടന ഓരോ ഭാരതീയനും ഉറപ്പു നൽകുന്ന ഏറ്റവും വലിയ അധികാരവും അവകാശവും എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വന്തം സമ്മതിദാന അവകാശം അഥവാ വോട്ടവകാശമാണ്. എന്നാൽ ഈ രാജ്യത്ത് ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടുകൾ കാണിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം തട്ടിപ്പറിച്ചാൽ എന്താകും അവസ്ഥ? കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നാം. എന്നാൽ പശ്ചിമ ബംഗാളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ ഏതൊരു ജനാധിപത്യ വിശ്വാസിയെയും ഞെട്ടിക്കുന്നതാണ്. ഒരു കോൺഗ്രസ് MP നൽകിയ RTI അപേക്ഷയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഔദ്യോഗിക മറുപടിയോടെയാണ് ഈ ഞെട്ടിക്കുന്ന അട്ടിമറി വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതോടെ BJPയുടെ പ്ലാനുകളൊക്കെ പാളിപ്പോയോ? പശ്ചിമ ബംഗാളിൽ ജനങ്ങളുടെ വോട്ടവകാശം പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വരുമോ? വോട്ടർ പട്ടികയിൽ നടന്ന വിചിത്രവും ഞെട്ടിക്കുന്നതുമായ കണക്കുകൾ വ്യക്തമായി നമുക്ക് വിശകലനം ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. പശ്ചിമ ബംഗാളിൽ ഇലക്ഷന് തൊട്ടു മുൻപ് വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി SIR എന്നൊരു പ്രക്രിയ നടപ്പിലാക്കിയിരുന്നു. ഈ പ്രക്രിയയുടെ പേര് പറഞ്ഞ് ദശലക്ഷക്കണക്കിന് യഥാർത്ഥ വോട്ടർമാരെയാണ് അർഹതയില്ലാത്തവർ, രേഖകളിൽ മിസ്മാച്ച് ഉള്ളവർ എന്നൊക്കെ കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒറ്റയടിക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ അന്യായമായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ വെസ്റ്റ് ബംഗാൾ അപ്പലേറ്റ് ട്രിബ്യൂണലിന് മുന്നിൽ അപ്പീൽ നൽകി. ഈ അപ്പീലുകളിൽ എന്താണ് സംഭവിച്ചതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുവരെ ട്രിബ്യൂണൽ തീർപ്പാക്കിയത് 82,782 കേസുകളാണ്. ഇതിൽ കേട്ടാൽ ആരും അന്തം വിട്ടുപോകുന്ന ഒരു കണക്കുണ്ട്. തീർപ്പാക്കിയ അപ്പീലുകളിൽ 91% ആളുകളെയും, അതായത് 75,431 പേരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും തിരികെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി. വെറും 8.86%, അതായത് 7,339 പേരെ മാത്രമാണ് യഥാർത്ഥത്തിൽ നീക്കം ചെയ്യാൻ സാധിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിയമവിരുദ്ധമായും അനാവശ്യമായും 10,000-കണക്കിന് യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കി വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പ്രത്യേക പാർട്ടി അധികാരത്തിൽ വരികയോ ജയിക്കുകയോ ചെയ്തപ്പോൾ പറയുന്നു, ഞങ്ങൾക്ക് ആളെ മാറിയതാണ്, നിങ്ങൾ യഥാർത്ഥ വോട്ടർമാർ തന്നെയാണ്, നിങ്ങളെ ഞങ്ങൾ വീണ്ടും വോട്ടർ പട്ടികയിൽ തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന്. ഇതെവിടുത്തെ ന്യായമാണ്? ജനങ്ങൾ വോട്ട് ചെയ്യേണ്ട കൃത്യസമയത്ത് അവരുടെ അവകാശം തടഞ്ഞു വെക്കുക, ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അവരെ തിരികെ കയറ്റുക. ഇത് വോട്ട് അട്ടിമറിയല്ലാതെ മറ്റെന്താണ്? ഇതൊരു അബദ്ധത്തിൽ പറ്റിയ പിഴവാണെന്ന് കരുതാൻ വരട്ടെ. ചില പ്രത്യേക നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകൾ കണ്ടാൽ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം നമുക്കൊക്കെ വ്യക്തമാകും. മുർഷിദാബാദിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചു കയറിയത് വെറും 31,521 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. എന്നാൽ ഈ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെതിരെ അപ്പീൽ നൽകിയ വോട്ടർമാരുടെ എണ്ണം എത്രയായിരുന്നു? 7,45,305 പേർ. BJPയുടെ വിജയ ഭൂരിപക്ഷത്തേക്കാൾ ഇരട്ടിയിലധികം ആൾക്കാരാണ് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയാതെ പോയത്. ഇതിൽ ഇതുവരെ പരിശോധിച്ച അപ്പീലുകളിൽ 434 പേരെയും തിരികെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് വരുന്നത് മാൾഡയാണ്. മാൾഡയിൽ BJP വിജയിച്ചത് 50,128 വോട്ടുകൾക്കാണ്. എന്നാൽ ഇവിടെ അപ്പീൽ നൽകിയ മനുഷ്യരുടെ എണ്ണം 5,31,149 അതിനേക്കാൾ രസകരമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാൾഡയിൽ ഇതുവരെ തീർപ്പാക്കിയ 1,471 അപ്പീലുകളിൽ 100% ആളുകളെയും, അതായത് 1,471 പേരെയും വോട്ടർ പട്ടികയിലേക്ക് തിരിച്ചെടുത്തു. അതായത് അവിടെ ഒരു വ്യക്തി പോലും വ്യാജ വോട്ടർ ആയിരുന്നില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയ അപേക്ഷകളെല്ലാം പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ഡാർജിലിംഗിലേക്ക് വന്നാൽ BJP ജയിച്ചത് വെറും 657 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. എന്നാൽ അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി അപ്പീൽ നൽകിയത് 50,712 പേരാണ്. അവിടെ പരിശോധിച്ച 151 കേസുകളിൽ 158 പേരെയും തിരിച്ചെടുത്തു. പുറത്താക്കിയത് വെറും ഒരേ ഒരാളെ മാത്രമാണ്.
ഈ കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും വിജയം ഉറപ്പിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കാവുന്ന മണ്ഡലങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞുവെച്ചത്. ഇതൊരു ചെറിയ സംഖ്യയല്ല. മൊത്തത്തിലുള്ള സംസ്ഥാന കണക്കുകൾ പരിശോധിച്ചാൽ സ്ഥിതി അതിലും ഭീകരമാണ്. 2024 പശ്ചിമ ബംഗാളിലെ ആകെ വോട്ടർമാർ 7,60,10,000 ആയിരുന്നു. എന്നാൽ 2026 ഫെബ്രുവരി 28 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫൈനൽ SIR റോൾ പുറത്തുവിട്ടപ്പോൾ വോട്ടർമാരുടെ എണ്ണം 6,44,00,000 കുറഞ്ഞു. ഒരൊറ്റ വെട്ടിനിരത്തലിലൂടെ 1,15,00,000 വോട്ടർമാരെയാണ് ബംഗാളിൽ ഇല്ലാതാക്കിയത്. അതിൽ 58 ലക്ഷത്തിലധികം പുരുഷന്മാരും 57 ലക്ഷത്തിലധികം സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ പുറത്താക്കപ്പെടുമ്പോൾ ഒരു പൗരന് സംഭവിക്കുന്നത് വോട്ട് നഷ്ടപ്പെടുന്നത് മാത്രമല്ല, തങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണോ എന്ന് തെളിയിക്കേണ്ട മാനസികാഘാതം അവർക്കുണ്ടാകുന്നു. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും ആനുകൂല്യങ്ങളും അവർക്ക് നിഷേധിക്കപ്പെടുന്നു. പാസ്പോർട്ട് എടുക്കാനോ വിദേശയാത്ര നടത്താനോ സാധിക്കാതെ അവർ സ്വന്തം നാട്ടിൽ അപവൽക്കരിക്കപ്പെടുന്നു. സുതാര്യവും നിഷ്പക്ഷവുമായ വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഇത്തരം കളികൾ കളിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ്. ഈ വിചിത്രമായ വിടവുകളും അട്ടിമറികളും കണ്ടതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കേണ്ടി വന്നത്, പശ്ചിമ ബംഗാളിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമോ എന്ന്. ഇപ്പോൾ പലരും ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. വീണ്ടും ഇലക്ഷൻ നടത്തിയാൽ കോടാനുകോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകില്ലേ എന്ന്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെക്കാളും ജനാധിപത്യ സംരക്ഷണത്തെക്കാളും വലുതാണോ പണം? കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പരസ്യങ്ങൾക്കായി ആയിരക്കണക്കിന് കോടി രൂപ പൊതുപണം എടുത്ത് പൊടിക്കുമ്പോൾ രാജ്യത്തെ പൗരന്മാർക്ക് ജനാധിപത്യ വ്യവസ്ഥയിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ എത്ര കോടികൾ ചെലവാക്കിയാലും അതിൽ തെറ്റില്ല. ജനങ്ങളുടെ വോട്ട് തടഞ്ഞു നിർത്തി നേടിയെടുക്കുന്ന വിജയങ്ങൾക്ക് എന്ത് സാധുതയാണുള്ളത്? അതുപോലെ തന്നെ രാജ്യത്തുടനീളം EVM മെഷീനുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ജനങ്ങൾക്ക് സിസ്റ്റത്തിലുള്ള വിശ്വാസം തിരിച്ചു കൊണ്ടുവരാൻ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമായ ഘട്ടങ്ങളിൽ EVM മാറ്റി പഴയ ബാലറ്റ് പേപ്പർ രീതിയിലേക്ക് മാറാൻ തയ്യാറാകണം. പശ്ചിമ ബംഗാളിൽ നടന്ന ഈ വോട്ടർ പട്ടിക അട്ടിമറിയെക്കുറിച്ചും ബംഗാളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.